ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിനോദയാത്രകളും സാഹസിക യാത്രകളും ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു യാത്രക്കാണ് ഞങ്ങൾ ഒരുങ്ങിയത്. എന്നാൽ അതിൽ ഞങ്ങൾക്ക് സംഭവിച്ച ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. വയനാട് ജില്ലയിലെ ഹരിത മനോഹരമായ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടുകൊണ്ട് അമ്പലവയലും സുൽത്താൻ ബത്തേരിയും താണ്ടി മുത്തങ്ങയും കടന്ന് ഞങ്ങൾ ഗുണ്ടിൽപേട്ടയിലെത്തി. സുഹൃത്തുക്കൾക്കിടയിൽ ഗുണ്ടിൽപേട്ടയിൽ ഇതുവരെ കാണാത്ത ഒരിടം കാണാം എന്ന ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് കാട്ടുകള്ളനും എന്നാൽ നാട്ടിൽ എല്ലാവർക്കും പ്രമാണിയുമായിരുന്ന വീരപ്പൻ പണിത ഒരു ക്ഷേത്രമുണ്ട് മലമുകളിൽ എന്നറിഞ്ഞത്. എന്നാൽ പിന്നെ യാത്ര അങ്ങോട്ട് തിരിക്കാമെന്നായി. ഒടുവിൽ 15 കിലോമീറ്ററോളം യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. നമ്മൾ ഇതുവരെ കേട്ട ചില കെട്ടുകഥകളിൽ നിന്നും ചില യാഥാർത്ഥ്യങ്ങൾ കേട്ടുനോക്കാം. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ഹിമവന്ത് ഗോപാലസ്വാമി ബെട്ട. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും സവിശേഷതകളും നമ്മെ അത്ഭുതപ്പെടുത്തും. AD 1315 ചോള രാജാവായിരുന്ന ബല്ലാല ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ചില ചരിത്രരേഖകൾ പ്രകാരം ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധനന്റെ കാലത്താണ് AD 1136 ഇതിൻ്റെ തുടക്കം കുറിച്ചത്. വാസ്തുവിദ്യ ഹൊയ്സാല ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ഇവിടെ കാണാനാവുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ ഹൊയ്സാല കാലഘട്ടത്തിലെ ലിഖിതങ്ങൾ ഇന്നും കാണാം. പിൽക്കാലത്ത് മൈസൂർ വോഡയാർ രാജവംശവും ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഐതിഹ്യം അഗസ്ത്യമുനി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് മഹാവിഷ്ണു ഇവിടെ താമസം ഉറപ്പിച്ചു എന്നുമാണ് ഐതിഹ്യം. സവിശേഷതകൾ ഏറെയാണ്. പേരിന് പിന്നിൽ കന്നഡയിൽ ഹിമ എന്നാൽ മഞ്ഞ്, ബെട്ട എന്നാൽ കുന്ന് എന്നാണ് അർത്ഥം വരുന്നത്. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമവന്ത് ഗോപാലസ്വാമി ബെട്ട എന്ന് പേര് ലഭിച്ചത്. ഇവിടെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണൻ വേണുഗോപാല സ്വാമിയായി പുല്ലാങ്കുഴൽ വായിക്കുന്ന കൃഷ്ണൻ ഇവിടെ വാഴുന്നു. വിഗ്രഹത്തിന് പിന്നിൽ ഒരു മരവും പശുക്കളും കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിശാസ്ത്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ബന്ദിപ്പൂർ വനമേഖലയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. സന്ദർശകർക്കുള്ള അറിയിപ്പുകൾ: വയനാട്ടിൽ നിന്ന് ഗുണ്ടിൽപേട്ട വഴി എളുപ്പത്തിൽ ഇവിടെ എത്താം. ബന്ദിപ്പൂർ വനത്തിലൂടെയുള്ള യാത്രയിൽ ആന, മാൻ, മയിൽ തുടങ്ങിയ വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾ: വന്യജീവി സങ്കേതത്തിനുള്ളിൽ ആയതിനാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിന് മുകളിലേക്ക് പ്രവേശനമില്ല. താഴെ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം സർക്കാർ ബസ്സിൽ ടിക്കറ്റ് എടുത്തു വേണം ഇവിടെ മലമുകളിലേക്ക് പോകാൻ. സമയം വൈകുന്നേരം 4 മണിക്ക് ശേഷം മലമുകളിലേക്ക് പ്രവേശനം അനുവദിക്കാറില്ല. സൂര്യകാന്തിപ്പാടങ്ങളും കോടമഞ്ഞും നിറഞ്ഞ ഈ പ്രദേശം സഞ്ചാരികളുടെയും ഭക്തരുടെയും പ്രിയപ്പെട്ട ഇടമാണ്. ഹിമവന്ത് ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങൾ വളരെ പ്രശസ്തമാണ്. എന്നാൽ യാത്രക്കാർക്ക് അവരുടെ യാത്രാ അനുഭവം വളരെ ദുഃഖകരം എന്നു തന്നെ വേണം പറയാൻ. മണിക്കൂറുകളോളം യാത്ര ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. എന്നാൽ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ കൊണ്ട് ഈ മലമുകളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുമതിയില്ല. ഇവിടെ എത്തിപ്പെടണമെങ്കിൽ വളരെ സാഹസികമായി യാത്ര ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മലമുകളിലേക്ക് ചെന്നെത്തുന്നത്. വളരെ അപകടമായ രീതിയിലാണ് സർക്കാർ വാഹനങ്ങൾ ഇതിലൂടെ സർവീസ് നടത്തുന്നത്. യാതൊരു സുരക്ഷയും തന്നെ ഒരുക്കാതെയാണ് ഇവിടെ ടൂറിസ്റ്റുകളെയും ഭക്തരെയും സ്വീകരിക്കുന്നത്. ശൗചാലയത്തിൽ ആവശ്യമായ വെള്ളമോ കുടിവെള്ള സൗകര്യമോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട സർക്കാരുകൾ ചെയ്ത് നൽകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ശേഷം ബന്ദിപ്പൂർ വനത്തിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ! മാനുകളും മയിലുകളും ആനകളും താണ്ഡവമാടുന്ന ഈ പ്രകൃതി മനോഹരമായ സ്ഥലം ഒന്ന് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെ. നമ്മുടെ ജീവിതത്തിലെ അപൂർവങ്ങളായിട്ടുള്ള ചില നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ വയനാട് ജില്ലയിലും ഗുണ്ടിൽപേട്ടയിലും മൈസൂരിലൂടെയും എല്ലാം യാത്ര ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട, യാത്ര ചെയ്തിരിക്കേണ്ട ഒരു ഇടം കൂടിയാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അവരുടെ മനസ്സ് നിറയെ സന്തോഷം കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ സാധിക്കുകയുള്ളൂ.
മനസ്സിന് അത്രമേൽ കുളിർമയാണ് ഈ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത്. കുടുംബവും കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടം, അതാണ് ഈ ബന്ദിപ്പൂർ വനപാത എന്ന് പറയുന്നത്. മയിലുകളും മാനുകളും കാട്ടാനകളും കൊമ്പനും എല്ലാം നമുക്ക് മുന്നിലൂടെ മിന്നിമായുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാഹസികവും എന്നാൽ വിനോദവും എല്ലാം നമുക്ക് ഒരുമിച്ച് നൽകുന്ന ഈ വനപാത വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ യാത്ര ചെയ്ത നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.